സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെയധികം മനോവിഷമത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. അതിന്റെ കാരണം എന്തെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. അദ്ദേഹം പറയുന്നത് കേരളത്തിലുടനീളമുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിനിടയിൽ കണ്ടതും കേട്ടതുമായ ക്രിസ്തീയ ഭിന്നത, പല ഗ്രൂപ്പുകളും പല സംഘടനകളും തമ്മിലുള്ള ഭിന്നത അദ്ദേഹത്തിന് വളരെയധികം മനോവിഷമത ഉണ്ടാക്കുകയും കാൽക്കഴുത്തിൽ പൂജാതനായ ക്രിസ്തുയേശു മാനവരക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ മരിക്കുകയും ഒരു ക്രിസ്തീയ ജനത മാത്രം കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കുകയും ചെയ്ത ആ ക്രിസ്തുവിൽ പല വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത അദ്ദേഹത്തിന് വളരെ വിഷമം ഉണ്ടാക്കുകയും ബാംഗ്ലൂർ എത്തിയപ്പോൾ ഇവിടെ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള ഒരു ക്രിസ്തീയ ഐക്യത ഇവിടെ കാണുവാൻ കഴിയുന്നു. ഈ വേളയിലെങ്കിലും ഇത് നല്ലൊരു തുടക്കമായി ഈ വരുന്ന ക്രിസ്തുമസ് ആഘോഷം നമ്മളിൽ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു സന്ദേശം നൽകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അതിനുള്ള ഉറപ്പ് ഇവിടുന്ന് ലഭിക്കുന്നുള്ള സന്തോഷത്തോടുകൂടി അദ്ദേഹം ഇവിടുന്ന് ഇപ്പോൾ വിടവാങ്ങുകയാണ്. ആ ഒരു ഉറപ്പ് ഇവിടുന്ന് ലഭിക്കുമെന്നുള്ള വീണ്ടുമുള്ള ഒരു ഉറപ്പ് അദ്ദേഹം അവിടെ ആവശ്യപ്പെടുകയാണ്. നമുക്കൊക്കെ ഉറപ്പ് കൊടുക്കാം. വീണ്ടും ഒരു നല്ലൊരു ഒത്തൊരുമയുള്ള ഒരു ക്രിസ്ത്യാനി, ഒരു ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ഐക്യതയുള്ള ക്രിസ്തീയ സമൂഹത്തെ നമുക്ക് ഇവിടുന്ന് വാർത്തെടുക്കാം. ഈ വരുന്ന ക്രിസ്തുമസ് ആഘോഷം സമൂഹത്തിന് മാതൃകയാകുന്ന നല്ലൊരു ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം.